നിയന്ത്രണത്തിലില്ലാത്ത സഹകരണ സംഘങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. കേരളത്തിലെ സഹകരണ മേഖലയിൽ പാർട്ടിയുടെ അപ്രമാദിത്വം നിലനിർത്തുന്നതിനായി നിലവിൽ തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത സഹകരണ സംഘങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. ജൂൺ 26-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒപ്പിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്തിലാണ് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അടിത്തറയായ സഹകരണ മേഖലയിലെ ആധിപത്യം ഒട്ടും ചോർന്നു പോകാതെ ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. കത്ത് ലഭിച്ചതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ സഹകരണ സംഘങ്ങളുടെ പാർട്ടി സബ് കമ്മിറ്റി യോഗങ്ങൾ അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന് കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പുറമെയുള്ള മറ്റ് സഹകരണ സംഘങ്ങൾക്ക് നിലവിൽ C ക്ലാസ് മെമ്പർഷിപ്പാണുള്ളത്. C ക്ലാസ് മെമ്പർഷിപ്പുള്ള സംഘങ്ങൾക്ക് നിലവിൽ ഭരണപരമായ വോട്ടവകാശമില്ല. എന്നാൽ ഭാവിയിൽ UDF സർക്കാർ നിയമഭേദഗതിയിലൂടെ C ക്ലാസ് സംഘങ്ങൾക്ക് വോട്ടവകാശം നൽകാനുള്ള തീരുമാനം എടുത്തേക്കാമെന്നാണ് CPM സംസ്ഥാന നേതൃത്വം മുൻകൂട്ടി വിലയിരുത്തുന്നു. C ക്ലാസ് സംഘങ്ങൾക്ക് വോട്ടവകാശം ലഭിച്ചാൽ സഹകരണ മേഖലയിലെ പാർട്ടിയുടെ നിലവിലെ ഏകപക്ഷീയമായ മേധാവിത്വത്തിന് അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് കത്തിലെ പ്രധാന മുന്നറിയിപ്പ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിലവിൽ പാർട്ടിയുടെ കയ്യിലില്ലാത്തതും പ്രതിപക്ഷ സംഘടനകൾ ഭരിക്കുന്നതുമായ C ക്ലാസ് സഹകരണ സംഘങ്ങളുടെ ഭരണം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ താഴെത്തട്ടിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളിലെ CPMന്റെ പരമാധികാരം നിലനിർത്തുക എന്നതാണ് ഈ നീക്കത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇതിനായി അംഗത്വ വിതരണം ശക്തമാക്കാനും അതാത് സഹകരണ സംഘങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കൃത്യമായ കർമ്മപദ്ധതികൾ രൂപീകരിക്കാൻ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയുടെ കത്ത് പുറത്തായതോടെ സഹകരണ മേഖല രാഷ്ട്രീയമായ യുദ്ധഭൂമിയാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്.